നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടതുമുന്നണിയിൽ ഒരു പ്രശ്നവുമില്ല, തീരുമാനങ്ങൾ യോജിച്ചെടുക്കും. ഇ.പി. ജയരാജൻ. 3 ദിവസമായി നടക്കുന്ന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് അവസാനിക്കും. എടുത്തു പുറത്താക്കും ഇഷാന് താക്കീതുമായി ബി.സി.സി.ഐ. വാർത്തകൾ വിശദമായി. മുന്നണിക്കകത്ത് ഒരു പ്രശ്നവും ഇല്ലയെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പാർട്ടികൾ അവരുടെ ആവശ്യം മുന്നണിക്കകത്ത് അറിയിക്കും. മുന്നണി യോജിച്ച തീരുമാനമെടുക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ CPIM ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുനൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. RJD നേതാക്കൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. LDF നേതാക്കൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. 3 ദിവസമായി നടക്കുന്ന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് അവസാനിക്കും. ധനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകും. ബജറ്റ് ഭേദഗതികളും ധനമന്ത്രി പ്രഖ്യാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിനു വേണ്ടി നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇന്ന് വനം മന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസത്തെ മാത്യു കുഴൽനാടന്റെ ആരോപണവും അതിനുള്ള മന്ത്രി പി രാജീവിന്റെ മറുപടിയും അടക്കം സഭയിൽ ചർച്ചയാകും. ഇനി കായിക വാർത്ത. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്ത താരങ്ങൾക്ക് താക്കീതുമായി BCCI. താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിനേക്കാളും പ്രാധാന്യം പ്രീമിയർ ലീഗിന് കൊടുക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് BCCI ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. ചില താരങ്ങൾ മുന്നറിയിപ്പ് നൽകിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാതെ IPL-ന് വേണ്ടി പരിശീലനം തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിലപാട് BCCI എടുത്തത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.